മീറ്ററിൽ ദൗർഭാഗ്യവശാൽ അദ്ദേഹം കുടുങ്ങിക്കിടക്കുന്നില്ല. നമസ്കാരം. പ്രധാന വാർത്തകൾ. രണ്ടാം ദിവസവും ജോയിയെ കണ്ടെത്താനായില്ല. ആമയിഴഞ്ചാൻ തോട്ടിലെ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. ദുരന്തത്തിൽ പരസ്പരം പഴിചാരി റെയിൽവേയും നഗരസഭയും. മാലിന്യ നീക്കം നഗരസഭയുടെ ഉത്തരവാദിത്തമെന്ന് റെയിൽവേ. അതിന് തെളിവുണ്ടെങ്കിൽ ഞങ്ങൾ അന്വേഷിക്കാം. ഞങ്ങൾ അങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് ഓഫീസ്, ഞങ്ങൾ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റാണ് ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റാണ് ചെയ്തത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു എന്താ പറയാ, ഞങ്ങൾ ക്ലീൻ ചെയ്തോളാം, നഗരസഭ ക്ലീൻ ചെയ്തോളാം എന്ന് പറഞ്ഞ റിക്വസ്റ്റ് വന്നിട്ടില്ല. ഞങ്ങൾ റെഡിയാണ് അവർക്ക് കൊടുക്കാനായിട്ട്. റെയിൽവേ ബോധപൂർവം വീഴ്ച വരുത്തിയെന്ന് മേയർ. നഗരസഭ കൃത്യമായി ഇത് റെയിൽവേ പ്രോപ്പർട്ടിയാണെന്നും റെയിൽവേയാണ് ഇത് ചെയ്യേണ്ടതെന്നും ഇന്നലെ മാധ്യമങ്ങളിലെല്ലാം പ്രചരിപ്പിച്ചതാണല്ലോ. ഞാൻ രേഖയുടെ അടിസ്ഥാനത്തിൽ, തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം പറയുന്നത്. സംസ്ഥാനത്ത് നാളെ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട്. 6 ജില്ലകളിൽ നാളെ അവധി. കടലിൽ പോകരുതെന്നും ജാഗ്രതാ നിർദ്ദേശം. PSC കോഴ ആരോപണത്തിൽ ഗൂഢാലോചന ആവർത്തിച്ച് പ്രമോദ് കോട്ടൂളി. പിന്നിൽ പ്രവർത്തിച്ചവരെ പുറത്തുകൊണ്ടുവരും. പോലീസിന് പരാതി നൽകും. ഭാവി കാര്യങ്ങൾ പിന്നീട് ആലോചിക്കുമെന്നും പ്രമോദ്. സിനിമാ നിർമ്മാതാവ് അരോമ മണി അന്തരിച്ചു. അന്ത്യം തിരുവനന്തപുരത്തെ വസതിയിൽ. വിടവാങ്ങിയത് നിരവധി ഹിറ്റ് സിനിമകളുടെ നിർമ്മാതാവ്. BSP നേതാവ് ആംസ്ട്രോങ്ങിനെ കൊലപ്പെടുത്തിയ കേസ് പ്രതി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ വെടിവെച്ചെന്ന് പോലീസ്. ഒരാഴ്ചക്കിടെ തമിഴ്നാട്ടിൽ നടക്കുന്ന രണ്ടാമത്തെ ഏറ്റുമുട്ടൽ കൊല. That chart's a couple of months old, and if you want to really see something that's said, take a look at what happened. ഡൊണാൾഡ് ട്രംപിന് നേരെ വധശ്രമം. ചെവിയുടെ മുകളിൽ വെടിയേറ്റു. ട്രംപ് സുരക്ഷിതൻ. അക്രമിയെ വെടിവെച്ചു കൊന്നു. വിംബിൾഡൺ പുരുഷ കിരീടം നിലനിർത്തി അൽക്കാരസ്. ഫൈനലിൽ നൊവാക് ജോക്കോവിച്ചിനെ തോൽപ്പിച്ചു. അൽക്കാരസിന്റേത് തുടർച്ചയായ 2ാം വിംബിൾഡൺ കിരീടം. കോപ്പ അമേരിക്ക കിരീടം ലക്ഷ്യമിട്ട് അർജന്റീന കൊളംബിയയെ നേരിടുക പുലർച്ചെ 5:30. യൂറോ കപ്പിൽ ഇന്ന് കലാശ പോരാട്ടം. ഇംഗ്ലണ്ടിന് എതിരാളികൾ സ്പെയിൻ. വിശദമായി നോക്കാം. ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ കാണാതായ ജോയിക്കായുള്ള തെരച്ചിൽ 32 മണിക്കൂർ പിന്നിട്ടിട്ടും ഫലമുണ്ടായില്ല. NDRFും ഫയർഫോഴ്സും അടക്കം സംയുക്തമായാണ് പരിശോധന നടത്തിയത്. ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവിംഗ് സംഘത്തിന്റെ പരിശോധന താൽക്കാലികമായി അവസാനിപ്പിച്ചു. അതേസമയം മാലിന്യം നീക്കുന്നതിൽ കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ തർക്കം തുടരുകയാണ്. റെയിൽവേയുടെ ഭാഗത്തുള്ള തോട് വൃത്തിയാക്കേണ്ടതിന്റെയും ചുമതല കോർപ്പറേഷനാണെന്നാണ് റെയിൽവേ ADRM MR വിജിയുടെ പ്രതികരണം. ഞങ്ങൾ ക്ലീൻ ചെയ്തോളാം എന്ന് പറഞ്ഞില്ല, നഗരസഭ തന്നിട്ടുണ്ടെങ്കിൽ അതിന് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ പറയും, ഞങ്ങൾ അന്വേഷിക്കാം. ഞങ്ങൾ അങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് ഓഫീസ്, ഞങ്ങൾ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റാണ് ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റാണ് ചെയ്തത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു എന്താ പറയാ, ഞങ്ങൾ ക്ലീൻ ചെയ്തോളാം, നഗരസഭ ക്ലീൻ ചെയ്തോളാം എന്ന് പറഞ്ഞ റിക്വസ്റ്റ് വന്നിട്ടില്ല. ഞങ്ങൾ റെഡിയാണ് അവർക്ക് കൊടുക്കാനായിട്ട്. പ്രാക്ടിക്കൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതിപ്പോ ഈ ഒരു ഞങ്ങളിപ്പോ ഡിസ്കസ് ചെയ്തതിൽ എന്താ നമ്മുടെ ആ ഒരു ഇതുണ്ടല്ലോ, മെഷ് ഉണ്ടല്ലോ, മെഷിനെ നമ്മൾ കുറച്ചൊന്ന് എൻഫോഴ്സ് ചെയ്യാൻ പോവാണ്. ആ മെഷ് നമ്മൾ കണ്ടല്ലോ, ഈ പാർസൽ ഓഫീസ് സൈഡിൽ വരുന്ന മെഷ്, നെറ്റ് ഇച്ചിരി വലിയ നെറ്റ്. അതുകൊണ്ടാണ് ഈ വല്ല ഫോഴ്സിൽ വരുമ്പോൾ വെള്ളം മുഴുവൻ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാം നമ്മുടെ ഇങ്ങോട്ട് കയറി വരുന്നത്. സോ അവിടെ ആ മെഷ് ഞങ്ങളൊന്ന് കുറച്ചും കൂടെ പ്രോപ്പർ ചെറിയ മെഷ് ഇട്ട്, സോ ദാറ്റ് ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് അകത്ത് കയറത്തില്ല. പിന്നെ അടിയിലുള്ള ഇറോഷൻ ഉണ്ട്, അതും ഞങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് കോർപ്പറേഷൻ എപ്പം വന്നാലും അവർക്ക് ക്ലീൻ ചെയ്യാനുള്ള പെർമിഷൻ റെയിൽവേ കൊടുക്കും. അത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഇതുമില്ല. എന്നിട്ട് ഇപ്പൊ തന്നെ ഞങ്ങൾ എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ഫുഡ് കൊടുത്തു എല്ലാവർക്കും, എല്ലാ റെസ്ക്യൂ ഓപ്പറേഷൻ ആൾക്കാർക്കും. ഞങ്ങൾ എല്ലാം റെയിൽവേക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം റെയിൽവേ ചെയ്തു. So there is no fight as such. Together we will solve it out and get the canal clean. We are always in discussions and dialogue, and this time earlier the corporation used to do the cleaning.
So this time we have also started to do the waste cleaning. As you can see that waste which is dumped here. എന്നാൽ ഒരു യോഗത്തിൽ പോലും DRMO, ADRMO പങ്കെടുത്തിട്ടില്ലെന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കി. DRMO, ഈ പറയുന്ന ADRMO ആരും ഇന്നുവരെ ഈ സമീപകാലത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു യോഗത്തിൽ പോലും പങ്കെടുത്തിട്ടില്ല. അവർക്ക് എങ്ങനെയാ ഇത് പറയാൻ കഴിയുക? യോഗത്തിലുള്ള തീരുമാനം പോലും അവരെങ്ങനെ അറിയാം? അതിനു പകരം ഏതെങ്കിലും തരത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ വിടുക. അവര് സ്വാഭാവികമായും യോഗത്തിനകത്ത് വന്നിട്ട് പറയുന്നത് ഞങ്ങൾ മുകളിലേക്ക് ചോദിച്ചിട്ട് പറയാം. ആവർത്തിച്ച് ഈ വിഷയം പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്നുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ എന്നുള്ള നിലയിൽ ആലോചിച്ച പ്രകാരം സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ മഴക്കാല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തിട്ടുള്ള യോഗങ്ങൾ, അതിന്റെ തീരുമാനങ്ങൾ നമുക്കറിയാം. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഓരോ വകുപ്പുകളും ചെയ്യേണ്ട പ്രവർത്തികളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ് തിരുവനന്തപുരം നഗരസഭ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട്, നഗരസഭയുടെ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ കണ്ടതുപോലെ ഒരു നോട്ടീസ് 7 ദിവസത്തെ സമയം കൊടുത്തുകൊണ്ട് ഒരു നോട്ടീസ് റെയിൽവേക്ക് നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി നിരന്തരമായ ഫോളോ അപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ടെൻഡർ നടപടിയിലേക്കെങ്കിലും റെയിൽവേക്ക് പോകാൻ വേണ്ടി സാധിച്ചത്. അതോടൊപ്പം തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ ഭാഗമായി ബഹുമാന്യനായ കളക്ടറും അതിൽ ഉത്തരവ് പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് റെയിൽവേ വന്നത്. റെയിൽവേയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. റെയിൽവേ പറയുന്നത് റെയിൽവേയുടെ മാലിന്യങ്ങൾ അവർക്ക് സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നവർ പറയുന്നു. അത് തെളിവ് സഹിതം കാണിക്കാൻ റെയിൽവേ തയ്യാറാണോ? ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി MG മുധിന്റെ റിപ്പോർട്ടിലേക്ക്. ഇപ്പോൾ നാവികസേനാ അംഗങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിന് മുമ്പാണ് അവർ എത്തിച്ചേരുകയും ചെയ്തത്. നിലവിൽ മേയറും ഒപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികളും കളക്ടറും ഒക്കെയായി അവർ കൂടിയാലോചനകൾ നടത്തുകയാണ്. കാരണം നിലവിൽ ഇപ്പോൾ വലിയ രീതിയിൽ മഴ അനുഭവപ്പെടുന്നുണ്ട് ഈ മേഖലയിൽ. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഇനി അങ്ങോട്ട് തുടരാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. നാളെ മാത്രമേ വീണ്ടും ഊർജിതമായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കാൻ കഴിയൂ എന്നുള്ള നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ താൽക്കാലികമായി ഈ ഒരു രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചു എങ്കിൽ പോലും തന്നെ, തെരച്ചിലടക്കം അവസാനിപ്പിച്ചു എങ്കിൽ പോലും തന്നെ നാളെ വീണ്ടും തുടരും. കാരണം മറ്റൊരു ക്രമീകരണം ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നിലവിൽ ചെയ്ത കാര്യങ്ങളൊന്നും തന്നെ ഫലവത്തായിട്ടില്ല. നിലവിൽ ജോയിയെ കണ്ടെത്താൻ പോലും സാധിക്കാത്ത ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഈ യോഗത്തിന് ശേഷം എന്ത് നടപടി സ്വീകരിക്കാം, ഏത് രീതിയിൽ കൈകാര്യം ചെയ്താൽ ഈ ജോയിയെ കണ്ടെത്താനാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. എന്തായാലും അതിനുവേണ്ടിയുള്ള യോഗ ഇപ്പോൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മേയർ അടക്കമുള്ള ജനപ്രതിനിധികൾ, MLA, ഒപ്പം തന്നെ VK പ്രശാന്ത് MLA അടക്കമുള്ള ജനപ്രതിനിധികളുണ്ട്. ഒപ്പം തന്നെ കളക്ടർ ജെറോമിക് ജോർജ് അടക്കമുള്ളവരെല്ലാം തന്നെ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ യോഗത്തിന് ശേഷം മാത്രമേ എന്തെങ്കിലും കാര്യം അറിയാവുള്ളൂ. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഈ ഒരു വാട്ടർ പമ്പ് ചെയ്തുകൊണ്ട് വെള്ളം അതിശക്തിയായി ഈ ഒരു മേഖലയുടെ ഈ ഒരു ടണൽ വഴി അതിശക്തിയായി പമ്പ് ചെയ്തുകൊണ്ട് ഈ മാലിന്യങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കമുണ്ടായിരുന്നു. പക്ഷേ അത് ഫലവത്തായി ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പവറുള്ള മോട്ടോർ പമ്പുകൾ എത്തിച്ചുകൊണ്ട് നാളെ വീണ്ടും ഇതേ രീതിയിൽ ഈ മാലിന്യങ്ങൾ പുറത്തെത്തിക്കാനുള്ള ഒരു നടപടി തുടങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. സ്കൂബ ഡൈവിംഗ് ടീം നേരത്തെ തന്നെ 7 മണിയോടുകൂടി തന്നെ ഇരുട്ടായതിനെ തുടർന്ന് അവരുടെ തെരച്ചിൽ അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് മാറുകയും ചെയ്തു. നിലവിൽ ഇപ്പോൾ മറ്റു കാര്യങ്ങൾ, അതായത് ഇപ്പോൾ വലിയ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ, ഏതെങ്കിലും തരത്തിൽ കുത്തൊഴുക്കുണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ ടണൽ വഴി പുറത്തേക്ക് എത്തുമോ എന്നുള്ള കാര്യം മാത്രമാണ് നോക്കുന്നത്. എന്തായാലും NDRFന്റെ സേനാ വിഭാഗങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട്. അവരെല്ലാം തന്നെ ഇപ്പോഴും കണ്ണുമിഴിച്ച് ജോയിയെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുകയാണ്. എന്തായാലും നിലവിൽ ഈ അല്ലെങ്കിൽ ഈ ചെയ്ത കാര്യങ്ങളൊന്നും തന്നെ ഫലവത്തായില്ല. ഇപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 35 മണിക്കൂറിനോട് അടുക്കുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ട്. എന്തായാലും ജോയിയെ കണ്ടെത്താനാകുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴുമുണ്ട്. ഒപ്പം തന്നെ ഈ ടണലിനകത്ത് തന്നെ, അതായത് 117 മീറ്ററിനകത്ത് തന്നെ ജോയി ഉണ്ട്. അവിടെയെല്ലാം തന്നെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ സംഘമെല്ലാം പ്രവർത്തികൾ ചെയ്യുകയും ചെയ്യുന്നത്. എന്തായാലും അതിനകത്ത് ഇപ്പോഴും മാലിന്യം കൂമ്പാരമായി കിടക്കുന്നത് തന്നെയാണ് വലിയ പ്രതിസന്ധിക്ക് കാരണമായിട്ടുള്ളത്. ആ പ്രതിസന്ധി നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള ഇടപെടലാണ് ഇനി നടത്തേണ്ടതായിട്ടുള്ളത്. എന്തായാലും നേവി സംഘം എത്തിയതുകൊണ്ട് തന്നെ അവരുമായി കൂടിയാലോചന നടത്തി മറ്റേതെങ്കിലും പോംവഴി കൂടി ഈ മാലിന്യം നീക്കം ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ ആദ്യം അവരുടെ, അതായത് ADRMന്റെ ഒക്കെ ബൈറ്റ് കേട്ടതുപോലെ തന്നെ അവർ ഇത്തരത്തിൽ വിമർശനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നു എങ്കിൽ പോലും തന്നെ മറ്റ് പ്രവർത്തികളൊന്നും തന്നെ ഫലവത്തായി പോകാത്ത കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും കോർപ്പറേഷന്റെ വീഴ്ചയാണെന്ന് റെയിൽവേ പറയുന്നു. അതേസമയം കോർപ്പറേഷൻ അല്ല ഇതിന് പ്രശ്നം. അതായത് റെയിൽവേ കൃത്യമായി ക്ലീനിംഗ് പരിപാടികളൊന്നും നടത്താത്തതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഴ്ചയിലേക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിയത്. അതാണ് ഈ ജോയിയെ കണ്ടെത്താൻ ഇത്രയും അധികം സമയമെടുത്തത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈസിയായി തന്നെ ഇതിനകത്തേക്ക്
പ്രവേശിച്ചുകൊണ്ട് സ്കൂബ ടീമിന് കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇത്രയധികം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇതൊരു പ്രതിസന്ധി ഉണ്ടാകുന്നത് വലിയ രീതിയിൽ മാലിന്യ കൂമ്പാരമുണ്ട്. കൂടാതെ തന്നെ ചെളികൾ അടക്കം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് അവർ തെരച്ചിൽ അവസാനിപ്പിക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ കാലാവസ്ഥ വലിയ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. കൂടാതെ ഇരുട്ടാണ്. ഇനി എന്തായാലും ഇന്നത്തെ പരിശോധനകളും തെരച്ചിലും എല്ലാം തന്നെ ഈ സംഘാംഗങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഈ യോഗം കഴിഞ്ഞതിന് ശേഷം നാളെ ഇനി എന്ത് ചെയ്യാം, ജോയിയെ കണ്ടെത്താൻ ആകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. MG മിഥുന്റെ റിപ്പോർട്ടാണ് കണ്ടത്. അതേസമയം ഈ വിഷയത്തിൽ രാഷ്ട്രീയമായ നിരവധി വാദപ്രതിവാദങ്ങൾ കൂടി ഇതിനിടയിൽ നടന്നു. ജോയിയുടെ തിരോധാനത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത് വന്നു. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം തിരിച്ചറിയാൻ ഒരാളുടെ തിരോധാനം വേണ്ടിവന്നു. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് വെളിവാകുന്നത്. മഴക്കാല പൂർവ്വ ശുചീകരണം നടന്നിട്ടില്ല. സർക്കാർ നിഷ്ക്രിയത്വം പാലിക്കുകയാണെന്നും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ ആരോഗ്യമന്ത്രി എവിടെയെന്നും VD സതീശൻ ചോദിച്ചു. അതേസമയം ഇതിന് മറുപടിയുമായി മന്ത്രി V ശിവൻകുട്ടിയും രംഗത്ത് വന്നു. VD സതീശന്റേത് രാഷ്ട്രീയ മുതലെടുപ്പാണെന്ന് V ശിവൻകുട്ടി വിമർശിച്ചു. സംസ്ഥാനത്ത് അതിതീവ്ര മഴ. നാളെ 3 ജില്ലകളിൽ റെഡ് അലർട്ട്. 6 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. കാറ്റിന് വേഗം മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയാകുമെന്നും മീൻ പിടിക്കാൻ കടലിൽ പോകരുതെന്നും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കോഴിക്കോട് മാവൂർ കണ്ണിപ്പറമ്പിൽ ശക്തമായ മഴയെ തുടർന്ന് കിണർ ഇടിഞ്ഞു വീണു. കണ്ണിപ്പറമ്പ് സ്വദേശി ചാമ്പടത്തിൽ സുബ്രഹ്മണ്യന്റെ വീട്ടിലെ കിണറാണ് ഇന്ന് വൈകിട്ട് 4 മണിയോടെ ഇടിഞ്ഞു വീണത്. കിണർ ഇടിഞ്ഞതോടെ സുബ്രഹ്മണ്യന്റെ വീടിനും തൊട്ടടുത്ത വീടിനും അപകട ഭീഷണിയുണ്ട്. PSC കോഴ ആരോപണത്തിൽ ഗൂഢാലോചന ആവർത്തിച്ച് CPM പുറത്താക്കിയ പ്രമോദ് കോട്ടൂളി. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവരാൻ നിയമ നടപടിയാണ് പ്രമോദ് ആലോചിക്കുന്നത്. പാർട്ടിക്കൊപ്പമാണെന്നും ഭാവി കാര്യങ്ങൾ പിന്നീട് ആലോചിക്കുമെന്നും പ്രമോദ് കോട്ടൂളി പറഞ്ഞു. പരാതിക്കാരനായ ചേവായൂർ സ്വദേശി ശ്രീജിത്ത് ആർക്ക്, എവിടെ വെച്ച്, എന്തിന് പണം നൽകിയെന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രമോദ് കോട്ടൂളി ഉടൻ പോലീസിൽ പരാതി നൽകും. CPM-ൽ നിന്നും പുറത്താക്കിയതിന് പിന്നാലെ പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന നടപടിയുമായാണ് പ്രമോദ് കോട്ടൂളി മുന്നോട്ട് പോകുന്നത്. ഇന്നലെ CPM-ന്റെ നടപടി നേരിട്ട ഉടൻ തന്നെ പരാതിക്കാരനായ ശ്രീജിത്തിന്റെ വീട്ടിലേക്കാണ് അദ്ദേഹം പോയത്. ആര്, എവിടെ വെച്ച്, എങ്ങനെ, എത്ര പണം വാങ്ങി എന്ന കാര്യത്തെക്കുറിച്ച് ശ്രീജിത്ത് വ്യക്തത വരുത്തണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. എന്തായാലും കുറച്ചധികം നേരം ഇരുന്നതിനു ശേഷം അമ്മയുടെയും മകന്റെയും ഒക്കെ ആരോഗ്യനില വഷളായ സാഹചര്യത്തിൽ വീട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. ഇനി നിയമവഴി നേരിടും എന്നാണ് പ്രമോദ് പറയുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ വ്യാജമായ ആരോപണമാണ് ഉന്നയിച്ചത്. ശ്രീജിത്ത് ആർക്കാണ് പണം നൽകിയത്, എത്ര പണമാണ് നൽകിയത്, എവിടെ വെച്ചാണ് പണം നൽകിയത്, എന്തെങ്കിലും രേഖകൾ ഇക്കാര്യത്തിൽ ഉണ്ടോ എന്ന കാര്യം തനിക്കറിയണം. അതിനാണ് നിയമവഴി തേടുന്നത്. അഭിഭാഷകരുമായി കൂടിയാലോചിച്ച ശേഷം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ആദ്യഘട്ടമായി പരാതി നൽകും. പിന്നീട് കോടതിയിൽ ഹർജി നൽകാനുമുള്ള തയ്യാറെടുപ്പിലാണ് പ്രമോദ് കോട്ടൂളി പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള ഗൂഢാലോചനക്കാരുണ്ടെങ്കിൽ ആ ഗൂഢാലോചനക്കാരുടെ മുഖം കൂടി സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അത് നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകണം. ആ ആൾക്കാർ ശിക്ഷിക്കപ്പെടണം. പാർട്ടിയോട് അടുത്ത് നിന്നെന്ന് പറഞ്ഞാൽ അതിന്റെ കൊടിയോടും അതിന്റെ ആശയത്തോടും ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. അത് എന്നെ പഠിപ്പിച്ചത് ഈ പ്രസ്ഥാനത്തിലേക്ക് എല്ലാ മനുഷ്യരെയും എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ്. മാഫിയക്കാരോട് ചേർന്ന് നിന്നാൽ മാഫിയേ ഉണ്ടാവുള്ളൂ, റിയൽ എസ്റ്റേറ്റോട് ചേർന്ന റിയൽ എസ്റ്റേറ്റുകാരെ ഉണ്ടാവുള്ളൂ. 100% അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. ഈ ആരോപണത്തിൽ വിശദീകരണം തേടിയാണ് CPM ജില്ലാ സെക്രട്ടറി തനിക്ക് കത്ത് നൽകിയത്. താൻ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുകയും ചെയ്തു. എന്നാൽ പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കപ്പെടുത്തി എന്ന കാരണം ചൂണ്ടിക്കാട്ടി, അല്ലെങ്കിൽ ഭരണഘടനാ തത്വങ്ങൾ ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഈ പുറത്താക്കലിനുമായി ബന്ധപ്പെട്ട് PSC കാര്യം വിശദീകരിക്കുന്നുമില്ല CPM. നേരത്തെ തന്നെ ഈ കോഴ വിവാദത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന
സംസ്ഥാന സെക്രട്ടറി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയും അത് മെഡിക്കൽ കോളേജ് ACP അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പരാതിക്കാരൻ ആരെന്ന് കണ്ടെത്താൻ ഇല്ല എന്നാണ് അന്ന് പോലീസ് വ്യക്തമാക്കിയത്. ഈ സാഹചര്യത്തിലാണ് പരാതിക്കാരനെ വെളിപ്പെടുത്തി പ്രമോദ് കോട്ടൂളി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇനി പോലീസിന് ഇടപെടാൻ കഴിയും എന്ന വാദമാണ് വരുന്നത്. വിഷയത്തിൽ പ്രതിഷേധവുമായി ഈ പ്രമോദ് കോട്ടൂളിയെ ബലിയാടാക്കി പാർട്ടിയുടെ ഉന്നതന്മാർ രക്ഷപ്പെടുകയാണ് എന്ന ആരോപണമായി കോൺഗ്രസും BJPയും രംഗത്തെത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ ഒരു പാർട്ടിക്കാര്യം എന്ന് പരിഗണിച്ച് എഴുതിത്തള്ളാതെ അടിയന്തരമായി ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്തായാലും നാളെ മുതൽ BJP അടക്കം പരസ്യമായ അല്ലെങ്കിൽ പ്രത്യക്ഷമായ സമരത്തിലേക്കും വിഷയവുമായി ബന്ധപ്പെട്ട് തിരിയുന്നുണ്ട്. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയത് എന്തിനെന്ന് CPM പറയണമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ. പരാതിയില്ല എന്ന് CPM ജില്ലാ സെക്രട്ടറി പറയുമ്പോഴും നടപടിയെടുത്തു. പ്രമോദ് വായ തുറന്നാൽ പല നേതാക്കളും മാളത്തിൽ ഒളിക്കേണ്ടി വരും. അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് വിജിലൻസ് DGPക്ക് പരാതി നൽകും. കോഴിക്കോട് CPMലെ മാഫിയയുമായി ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരന് ബന്ധമുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുമ്പിൽ എത്തിക്കുമെന്നും പ്രവീൺ കുമാർ പറഞ്ഞു. എന്തിന്റെ പേരിലാണ് പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയത്? പരാതിയില്ല എന്ന് CPM ജില്ലാ സെക്രട്ടറി പറയുന്നു. പക്ഷേ നടപടി വരുന്നു. പരാതിയിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന പുറത്താക്കപ്പെട്ട പ്രമോദ് പരാതിക്കാരെന്ന് പറയുന്ന വ്യക്തിയുടെ വീടിന് മുമ്പിൽ സമരം ചെയ്യുന്നു. അപ്പോൾ പരാതിയുണ്ട്. പരാതിയില്ല എന്ന് CPM ജില്ലാ സെക്രട്ടറി പറയുകയും പുറത്താക്കപ്പെട്ട വ്യക്തി പരാതി കൊടുത്തു എന്ന് പറയുന്ന വ്യക്തിയുടെ വീടിന് മുമ്പിൽ അമ്മയോടും മകനോടും കൂടി ഒപ്പം ചേർന്ന് സമരം ചെയ്തു എന്ന് പറഞ്ഞാൽ ഏതാണ് ജനം വിശ്വസിക്കേണ്ടത്? അപ്പോൾ ഇതിൽ ഏതാ ജനം വിശ്വസിക്കേണ്ടത്? അപ്പോൾ ഇതിൻ്റെ അകത്ത് വ്യക്തമായ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഞങ്ങളുടെ ചോദ്യം ഇതാണ്, ആരെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടായിരിക്കുമല്ലോ പ്രമോദ് പണം വാങ്ങിയിട്ടുണ്ടാവുക. 22 ലക്ഷം രൂപ വാങ്ങാനുള്ള കപ്പാസിറ്റി ഒന്നും പ്രമോദിനില്ല. PSC അംഗത്വം കൊടുക്കുവാനോ ആയുഷിൽ ഉന്നത പദവി കൊടുക്കാനുള്ള അധികാരങ്ങളും പ്രമോദിനില്ല. അത്തരമൊരു മാഫിയയിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ അവനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്ന ആദ്യത്തെ പാർട്ടി കോൺഗ്രസ് ആയിരിക്കും. പേര് പറയട്ടെ. ഇത്തരമൊരു മാഫിയയിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരുടെ ഒരു പേര് പറയട്ടെ. അവൻ പാർട്ടിയിൽ ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, അവനെതിരെ നിയമ നടപടിക്ക് നീങ്ങുന്ന ആദ്യത്തെ പാർട്ടി കോൺഗ്രസ് ആയിരിക്കും. ആദ്യത്തെ കമ്മിറ്റി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആയിരിക്കും. PSC കോഴ വിഷയത്തിൽ DGPക്കും ഗവർണർക്കും പരാതി നൽകിയതായി BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. പണത്തിന്റെ ഉറവിടവും ആർക്കൊക്കെ പങ്കുണ്ടെന്നും കണ്ടെത്തണം. വിവാദം വഴിതിരിച്ചുവിടാൻ ശ്രമമുണ്ട്. ഇതിൽപ്പെട്ട BJP പ്രാദേശിക നേതാവ് ആരാണെന്ന് വ്യക്തമാക്കണമെന്നും K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഈ കേസിൽ FIR ഇടാൻ എന്തുകൊണ്ട് പോലീസ് തയ്യാറാവുന്നില്ല? അതുകൊണ്ട് ഇതിനെ നിയമപരമായി തന്നെ നേരിടണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്. പോലീസ് FIR ഇട്ടേ മതിയാവുള്ളൂ. ഞങ്ങളിന്ന് DGPക്ക് ഔപചാരികമായിട്ടുള്ള പരാതി നൽകുകയാണ്. PSC ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണറെയും ഇക്കാര്യത്തിൽ സമീപിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുകയാണ്. ചില ആളുകൾ പുകമറ സൃഷ്ടിച്ച് ഇതിനെ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് കൊടുത്ത വാർത്ത ചില മാധ്യമങ്ങൾ പ്രാദേശിക BJP നേതാവിന് പങ്ക്. ഏതാണ് ഈ പ്രാദേശിക BJP നേതാവ്? ഇതിലേത് പ്രാദേശിക BJP നേതാവാണ് എന്ന് വെളിപ്പെടുത്താൻ ആ മാധ്യമങ്ങൾ തയ്യാറായില്ലെങ്കിൽ ആ മാധ്യമങ്ങൾക്കെതിരായും ശക്തമായ നിയമ നടപടി ഭാരതീയ ജനതാ പാർട്ടി. കേരളത്തിന് 1ാം സ്ഥാനം നൽകിയ നീതി ആയോഗിനെ തള്ളിപ്പറഞ്ഞ് K. സുരേന്ദ്രൻ. പനി പിടിച്ച ആളുകൾ മരിക്കുമ്പോഴാണ് നീതി ആയോഗ് എന്ന് K. സുരേന്ദ്രൻ പരിഹസിച്ചു. ഏതെങ്കിലും ഒരു മാനദണ്ഡം വെച്ചായിരിക്കും കേരളത്തെ പരിഗണിച്ചതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. പ്രശസ്ത സിനിമാ നിർമ്മാതാവ് അരോമ മണി അന്തരിച്ചു. 65 വയസ്സായിരുന്നു. തിരുവനന്തപുരം കുന്നുകുഴിയിലെ വസതിയിലായിരുന്നു അന്ത്യം. അരോമ മൂവി ഇന്റർനാഷണൽ, സുനിത പ്രൊഡക്ഷൻസ് എന്നീ ബാനറുകളിൽ 60-ലധികം സിനിമകൾ നിർമ്മിച്ചു. 1977 റിലീസ് ചെയ്ത മധുനായകനായ ധീരസമീരെ യമുന തീരെയായിരുന്നു ആദ്യ നിർമ്മാണ സംരംഭം. 20ാം നൂറ്റാണ്ട്, ഒരു CBI ഡയറിക്കുറിപ്പ്, ഓഗസ്റ്റ് 1, ജാഗ്രത, കോട്ടയം കുഞ്ഞച്ചൻ, ധ്രുവം, കമ്മീഷണർ, ബാലേട്ടൻ തുടങ്ങി മറക്കാനാകാത്ത ഒരുപിടി ചിത്രങ്ങളുടെ നിർമ്മാതാവായിരുന്നു. പത്മരാജൻ സംവിധാനം ചെയ്ത തിങ്കളാഴ്ച നല്ല ദിവസം 1985 മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടി. ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം എന്ന സത്യനന്ദിക്കാട് ചിത്രത്തിന് 1986 സാമൂഹിക വിഷയങ്ങളെക്കുറിച്ചുള്ള മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡും ലഭിച്ചു.
കണ്ണൂരിൽ പോലീസുകാരൻ കാറിടിച്ച് പെട്രോൾ പമ്പ് ജീവനക്കാരനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു. കാൾടെക്സിലെ NKBPT പമ്പ് ജീവനക്കാരൻ അശോകനെയാണ് അപായപ്പെടുത്താൻ ശ്രമിച്ചത്. കാറിന്റെ ബോണറ്റിലിരുന്ന അശോകനെയും വഹിച്ച് കാർ ഏറെ ദൂരം മുന്നോട്ടു പോയി. ഇന്ധനം നിറച്ചതിന്റെ മുഴുവൻ പൈസയും നൽകാത്തത് ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണമെന്നാണ് ആരോപണം. കണ്ണൂർ DHQ മെസ് ഡ്രൈവർ സന്തോഷാണ് പരാക്രമം കാട്ടിയത്. കണ്ടെയ്നർ നീക്കം പൂർത്തിയാക്കി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെത്തിയ ആദ്യ ചരക്ക് കപ്പൽ സാൻ ഫെർണാണ്ടോയുടെ മടക്കയാത്ര നാളത്തേക്ക് മാറ്റിവെച്ചു. ഫീഡർ വെസൽ അതിനുശേഷം ബെർത്തിൽ എത്തും. ഇന്ന് തീരം വിടുമെന്നാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. 1930 കണ്ടെയ്നറുകളാണ് തുറമുഖ ബെർത്തിൽ ഇറക്കിയത്. തുറമുഖത്തേക്ക് എത്തുന്ന 4 ഫീഡിംഗ് കപ്പലുകളിൽ കണ്ടെയ്നറുകൾ മറ്റ് 4 തുറമുഖങ്ങളിലേക്ക് കയറ്റി അയക്കാനാണ് പദ്ധതി. വൈകാതെ 2 ചരക്ക് കപ്പലുകൾ കൂടി എത്തുമെന്ന് അറിയിച്ചു. BSP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ K. ആംസ്ട്രോങ്ങിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളിൽ ഒരാളെ പോലീസ് വെടിവെച്ചു കൊന്നു. ഗുണ്ടാ നേതാവ് തിരുവെങ്കിടത്തെയാണ് തെളിവെടുപ്പിനിടെ വെടിവെച്ചു കൊന്നത്. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് ചെന്നൈ നഗരത്തിലെ മാധവരത്ത് തിരുവെങ്കിടത്തെ തെളിവെടുപ്പിനെത്തിച്ചത്. അന്വേഷണ സംഘത്തെ ആക്രമിച്ച ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ വെടിവെക്കാൻ നിർബന്ധിതരായെന്നാണ് പോലീസ് വാദം. പോലീസ് വാദത്തിൽ അതേസമയം സംശയമുള്ളതായി പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി പ്രതികരിച്ചു. സംസ്ഥാനത്ത് 3 ദിവസത്തിനിടയിലെ രണ്ടാമത്തെ ഏറ്റുമുട്ടൽ കൊലപാതകമാണിത്. പുതുക്കോട്ടയിൽ ഗുണ്ടാ സംഘത്തലവരായ ദുരൈസ്വാമി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വധശ്രമം. പെൻസിൽവാനിയയിലെ റാലിക്കിടെയാണ് വെടിവെപ്പുണ്ടായത്. ചെവിയുടെ മുകൾ ഭാഗത്തായാണ് വെടിയേറ്റത്. ട്രംപിന്റെ വലത്തെ ചെവിയിൽ നിന്ന് രക്തമൊഴുകുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഉടൻ തന്നെ സുരക്ഷാസേന എത്തി ട്രംപിനെ വേദിയിൽ നിന്ന് മാറ്റി. അക്രമിയെ കൊലപ്പെടുത്തിയെന്നാണ് സുരക്ഷാസേന അറിയിച്ചിരിക്കുന്നത്. And you know, that's a little bit old, that chart. That chart's a couple of months old. And if you want to really see something that's said, take a look at what happened. And you know, that's a little bit old.